സ്വപ്ന തുറമുഖം തീരം തൊടുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. മദർഷിപ്പുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഒരേയൊരു തുറമുഖം. ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ക്ലോഡ് ഗിറാർഡറ്റ് നങ്കൂരമിട്ട ഏക തുറമുഖം. അങ്ങനെ പ്രത്യേകതകൾ ഏറെയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. പതിമൂന്ന് പ്രമുഖ തുറമുഖങ്ങളും അനവധി ചെറുകിട തുറമുഖങ്ങളും ഉണ്ടെങ്കിലും സ്വന്തമായി ഒരു മദർ പോർട്ടിൽ എന്നതാണ് ഇന്ത്യ ഈ രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ചെറുകപ്പലുകൾ ഈ തുറമുഖങ്ങളിലെത്തി ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ കയറ്റിയും പുറം രാജ്യങ്ങളിലേക്ക് അയക്കുന്ന കണ്ടെയ്നറുകൾ ഇറക്കിയുമാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർ കപ്പലുകൾ അടുക്കുമെന്ന് പറയുമ്പോൾ അതിനെ ചെറുതായി കാണാനാകില്ല. ഇന്ത്യ ഇക്കാലം അത്രയും മദർ വെസലുകളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇനി നമ്മൾ ഭീമാകാരങ്ങളായ ആ കപ്പലുകളെ തൊട്ടടുത്ത് കാണാൻ പോവുകയാണ്. മറ്റൊരു സവിശേഷത, ഇന്ത്യയുടെ ഏക ഓട്ടോമേറ്റഡ് പോർട്ടായിരിക്കും വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ 3600ഓളം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടായി. ഒന്നാം ഘട്ട പ്രവർത്തനം സജ്ജമാകുമ്പോൾ തുറമുഖത്തിനുള്ളിൽ മാത്രം 650ലേറെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാകും. 3 ഘട്ടവും പൂർത്തിയാകുമ്പോൾ നേരിട്ട് തൊഴിൽ ലഭിക്കുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിക്കും. തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 1 ലക്ഷം പേരെങ്കിലും തൊഴിൽ കണ്ടെത്തുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൂട്ടൽ. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യൻ ചരക്കുകളുടെ വ്യാപാരം നടത്താനാകുമെന്നതാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് നേരിട്ടെത്തുന്നതോടെ കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണ്യം ഇന്ത്യക്ക് ലാഭിക്കാം. ചെലവ് ചുരുക്കിയും കാലതാമസം കൂടാതെയും വിപണിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കുമ്പോൾ ആഗോള വിപണിയിൽ രാജ്യത്തിന് കൂടുതൽ കരുത്താകും. 2025 തുറമുഖം കമ്മീഷനിംഗ് പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആയിരത്തി 1996 EK നയനാർ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചത്. തുറമുഖത്തിന്റെ സാധ്യതകൾ പഠിക്കുന്നതിന് സമിതിയെയും നിയോഗിച്ചു. 2001 അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാർ പഠനം പൂർത്തിയാക്കാതെ ടെൻഡറിലേക്ക് കടന്നു. കാര്യമായ പരിശോധന നടത്താതെയുള്ള നീക്കം തിരിച്ചടിയായി. കൺസോർഷ്യത്തിന് അന്നത്തെ കേന്ദ്ര സർക്കാർ സുരക്ഷാ അനുമതി നിഷേധിച്ചു. 2006 അധികാരത്തിലെത്തിയ VS സർക്കാർ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചു. എന്നാൽ കേന്ദ്രം വീണ്ടും സുരക്ഷാ അനുമതി നിഷേധിച്ചു. അന്ന് AK ആന്റണിയായിരുന്നു പ്രതിരോധ മന്ത്രി. 2008 LDF സർക്കാർ സർവകക്ഷി യോഗം ചേർന്ന് ചർച്ച നടത്തി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ലാൻകോ കൊണ്ടപ്പള്ളി നൽകിയ കൊട്ടേഷൻ അംഗീകരിക്കപ്പെട്ടു. ടെൻഡറിൽ പങ്കെടുത്ത ചില കമ്പനികൾ കോടതിയിൽ പോയതോടെ ലാൻകോ പിന്മാറി. തുടർന്ന് ലാൻഡ് ലോഡ് മോഡലിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചു. 2010 ഒക്ടോബറിൽ തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി പഠനത്തിനുള്ള അനുവാദം നിഷേധിച്ചു. 2011 അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ LDF സർക്കാർ ആവിഷ്കരിച്ച മാതൃകയിൽ നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ നടപടികളുണ്ടായില്ല. 2012 ഒക്ടോബർ 23 വിഴിഞ്ഞം വികസന പദ്ധതിയിൽ സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ LDF ജനകീയ കൺവെൻഷൻ ചേർന്നു. 2013 ഏപ്രിൽ 3 വീണ്ടും ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അതേ വർഷം ഏപ്രിൽ 16 പദ്ധതിക്ക് വേണ്ടി വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യച്ചങ്ങലയും തീർത്തു. പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. തുടർ പ്രക്ഷോഭത്തിന്റെ സമ്മർദ്ദത്തിൽ 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി തുറമുഖ നിർമ്മാണത്തിനായി അദാനി പോർട്സുമായി കരാർ ഒപ്പുവെച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ഡൽഹിയിൽ വെച്ച് എത്തിച്ചേർന്ന കരാർ ഏകപക്ഷീയമായിരുന്നു. സർക്കാരിനായിരുന്നു അധിക ബാധ്യത. 2016 അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ കരാറിൽ കൂടുതൽ വ്യക്തത വരുത്തി മുന്നോട്ടു പോവുകയായിരുന്നു. 2017 ഓഖി ചുഴലിക്കാറ്റ് തുറമുഖത്ത് നിർമ്മിച്ച പുലിമുട്ടിനെ തകർത്തു. എന്നാൽ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ ഇടപെടലുകൾ പദ്ധതിയുടെ വേഗം വർദ്ധിപ്പിച്ചു. പ്രതിലോമ ശക്തികളും പ്രതിപക്ഷവും ഉയർത്തിയ എതിർപ്പുകളെയെല്ലാം ജനപിന്തുണ ഉറപ്പിച്ച് സർക്കാർ നേരിട്ടു. 2023 ഒക്ടോബർ 15 ക്രെയിനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി. 2024 ജൂലൈ 11 ആദ്യ ചരക്കു കപ്പലും. 2024 ജൂലൈ 12 തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും നടന്നു. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന് ചെലവ് 8866.8 കോടി രൂപയാണ്. ഇതിൽ 5595 കോടി രൂപയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. 2454 കോടി രൂപയാണ് തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പുമുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിഹിതം. കേന്ദ്രത്തിൽ നിന്ന് 817.8 കോടിയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്.
എന്നാൽ ഇത് ഗ്രാന്റായല്ല, പകരം വായ്പയായാണ് നൽകുന്നത്. എന്നുവെച്ചാൽ ഈ തുകയും കേരളം തിരിച്ചടയ്ക്കേണ്ടത് തന്നെ. കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഗ്രാന്റായി നൽകിയില്ല. കേരളത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% നൽകണമെന്നാണ് വ്യവസ്ഥ. 2028 ആകുമ്പോഴേക്ക് റെയിൽവേ കണക്ടിവിറ്റി സംസ്ഥാനം ഉറപ്പാക്കണം. അതിനായി 1452.92 കോടി രൂപ ചെലവഴിക്കണം. തുറമുഖം വന്നപ്പോൾ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കായി 110 കോടിയിലേറെ രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിശ്ചയദാർഢ്യത്തോടെ ഇടതുപക്ഷ സർക്കാർ നേടിയെടുത്ത സ്വപ്ന തുറമുഖം നാടിനായി സമർപ്പിക്കുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം.